ഞാൻ ആ പറയുന്ന ആ ഒരു ഫീലിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോ ഫോർ എ റൈഡ് വിത്ത് ഹിമാലയൻ 450. സംടൈംസ് നമുക്ക് വെയിറ്റ് ഒരു പ്രോബ്ലം തന്നെയാണ്, അത് സത്യം തന്നെയാണ്. പക്ഷേ ഹൈവേയിലേക്ക് നമ്മളൊരു ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെയിറ്റ് പെർഫെക്റ്റ് ആണ്. ഈ ഒരു വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വണ്ടി ഇത്രയും സ്റ്റേബിൾ ആയിട്ട് ഹൈവേയിൽ ഇത്രയും ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് കിട്ടിയിരിക്കണ മൈലേജ് എന്ന് പറയാനുണ്ടെങ്കിൽ അൺബിലീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ. ഹലോ, വെൽക്കം ബാക്ക് ടു പോക്കറ്റ്. അപ്പോൾ നമ്മളുടെ കൂടുന്നത് നമ്മളുടെ സ്വന്തം ഹിമാലയൻ 450 തന്നെയാണ്. പമ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടാണ് നമ്മളിതേ ഇന്ന് ഇൻട്രോ തന്നെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഹിമാലയൻ 450യുടെ മൈലേജ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. അതോടുകൂടി തന്നെ ഞാൻ ഈ ഒരു വണ്ടി 2500 കിലോമീറ്ററോളം ഞാനിത് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും, അതേപോലെ തന്നെ ഈ ഒരു വണ്ടി വെറുതെ മേടിച്ചാൽ മാത്രം പോരാ, ഇത് മേടിച്ചതിന് ശേഷം സ്റ്റിൽ ഈ ഒരു വണ്ടി സ്റ്റോക്കാണ്. അപ്പോൾ എനിക്കും കൂടി ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടിയുടെ ഒരു കോലം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആകെ ചെളി പിളിയായിട്ടിരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ബാക്കിയുള്ള വണ്ടി പോലെയല്ല ഈ ഒരു വണ്ടി. ബാക്കിയുള്ള വണ്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഈ ബാക്ക് സൈഡിൽ നിന്ന് മാത്രം ചെളി എറിക്കുള്ളൂ എന്ന് വിചാരിക്കുക. ഈ ഒരു വണ്ടിക്ക് അങ്ങനെയല്ല. അതെ, ഈ ഒരു ഫ്രണ്ട് ടയറിൻ്റെ ഇവിടുന്ന് ഇത് കറങ്ങി നേരെ ഇതിൽക്കും ചെളിയടിക്കും. പോരാത്തതിന് നമ്മളുടെ കണ്ണിലേക്ക് വരെ ചെളി വന്നിരിക്കുന്ന ഒരു അവസ്ഥ ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കേണ്ടത്, അതുപോലെ തന്നെ ഈ ഒരു വണ്ടി മേടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഈ ഒരു വണ്ടിയിൽ ബേസിക്കായിട്ട് എന്തൊക്കെ നമുക്ക് ഇതിൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് ആദ്യം പോയി ഫുൾ ടാങ്ക് അടിക്കാം. അതിനുശേഷം നമുക്കൊരു 100 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തേക്ക് ഓടിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഫുൾ ടാങ്ക് ആക്കിയിട്ട് ഇതിൻ്റെ മൈലേജ് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഓക്കെ, ഫുള്ള് ഓക്കെ. മതി. അപ്പോൾ നമ്മളുടെ വണ്ടി ഇതേ ഓൾമോസ്റ്റ് ഫുള്ളായി. കുറച്ച് പെട്രോൾ ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഓൾമോസ്റ്റ് അല്ല, മൊത്തം ഫുള്ളായി. അപ്പോൾ 1330 രൂപയ്ക്ക് നമുക്കിതേ നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞു. ചേച്ചി എടുത്തിട്ട് ബാക്കി തരുമോ? അപ്പോൾ ദേ നമ്മളുടെ വണ്ടി ഫുൾ ടാങ്ക് ആക്കിയിരിക്കുകയാണ്. നമുക്കിതേ നമുക്ക് അപ്പുറത്തേക്കൊന്ന് മാറിയിട്ട് ഒന്ന് ട്രിപ്പ് ഓൺ സെറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഹൈവേ കയറാം. ഇവനൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്ത് നോക്കി നോക്കാം എങ്ങനെയുണ്ട് ഇവൻ്റെ പെർഫോമൻസ്. ആഫ്റ്റർ 2500 കിലോമീറ്ററിന് ശേഷം ഇവൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. രാജാവിന് എന്ത് ക്യൂ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഹിമാലയൻ 450ക്ക്. കുഴികളൊന്നൊരു പ്രശ്നമല്ല, പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഹൈ സ്പീഡിൽ എങ്ങനെയുണ്ട് ഈ വണ്ടി നമുക്ക് നോക്കി നോക്കാം കേട്ടോ.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ശരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റി. എത്രത്തോളം റോഡുണ്ടോ അത്രത്തോളം നമുക്ക് പുഷ് ചെയ്യാൻ പറ്റി. ഇനിയും റോഡുണ്ടെങ്കിൽ ഇനിയും കയറിപ്പോവും, ഇനിയും പുഷ് ചെയ്യാൻ പറ്റും. ശരിക്കും ഇവൻ കാണുന്ന പോലെയല്ല ഹൈവേയിൽ വണ്ടി നമ്മളെ ശരിക്കും കൊണ്ട് വലിച്ചെടുത്ത് കൊണ്ടുപോയിരുന്നു. നമുക്ക് ശരിക്കും റോഡ് കഴിഞ്ഞുകൊണ്ട് മാത്രമാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയും വണ്ടി കയറി പോയിരുന്നു. അത്രയ്ക്ക് മാരകമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ്. ഇതേ ജസ്റ്റ് കാണിച്ചു തരാം. സോ സിമ്പിളായിട്ടാണ് നമുക്ക് 130 ക്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. യാതൊരുവിധ എഫേർട്ടും ഇല്ല. വെറുതെ അങ്ങോട്ട് കൈ ഇങ്ങനെ വെറുതെ വെച്ചു കൊടുത്താൽ മാത്രം മതി. അടിപൊളിയായിട്ട് തന്നെ വണ്ടി, നമുക്ക് ഒരു എഫേർട്ടും ഇല്ലാണ്ട് തന്നെ വണ്ടി നമ്മളെ വലിച്ചെടുത്ത് കൊണ്ടുപോകാൻ തന്നെ പറയില്ലേ, അതാ ആ ഒരു ടോർക്കിന്റെ ആ ഒരു പ്രസൻസ് നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും 40 bhp 40 Nm ടോർക്ക്. നമ്മൾ വീഡിയോ എടുക്കാൻ പിക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ പാലക്കാട് ടു കോയമ്പത്തൂർ റൂട്ടാണ്. അപ്പോൾ നമുക്കുള്ളൊരു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമുക്ക് ഹൈവേ മാത്രമല്ല, ഇവിടെ റോഡ് പണിയൊക്കെ നടക്കണോണ്ട് തന്നെ നമുക്ക് കുറച്ച് ഓഫ് റോഡുകളും കിട്ടും. ദെൻ നമുക്ക് ഈ ഒരു വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ ആദ്യം വെക്കേണ്ട ഒരു സാധനം ഉണ്ട്. എല്ലാവരും പറയുക ഹെഡ്ലൈറ്റ് ആദ്യം വെക്കണം എന്നാണ്. ശരിയാണ്, പക്ഷേ മഴക്കാലത്ത് വെക്കേണ്ട വേറൊരു സാധനം ഉണ്ട്. നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഈ മൺഗാർഡിനൊരു എക്സ്റ്റൻഡർ കിട്ടും. ആ എക്സ്റ്റൻഡർ മേടിച്ച് വെക്കുന്നതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. കാരണം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീൽ എന്ന് പറയുമ്പോൾ ദേ ഇതിൽ കൂടെ ഇങ്ങനെ ഫ്രണ്ടിലത്തെ ടയറുമ്പിൽ കൂടെ ഇങ്ങനെ ചെളി തെറിച്ച് നേരെ ഇതിലേക്ക് വന്ന് കണ്ണിൽ വന്നിരിക്കും. ഒന്നാമത്തെ കാര്യം, ഈ ഒരു വണ്ടി കഴുകിയിട്ടും ഞാൻ തോറ്റ്. ഞാൻ പറയുന്നു RC കഴുകാൻ എന്തൊരു സുഖാന്നറിയോ. വെറുതെ അതിന്റെ കിറ്റുമ്പിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തുടച്ച് കൊടുത്താൽ മാത്രം മതി. പക്ഷെ ഇവനെ കഴുകണം എന്നുണ്ടെങ്കിൽ അറിയാത്തോണ്ടായിരിക്കും അവിടെ ഇവിടെയും കൈയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു വെക്കും, അവിടെ ഇവിടെ ഒക്കെ പോയി തട്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഒരു പോർഷൻ മൊത്തം ചെളിയായിരിക്കും. ഈ ഒരു പോർഷനും കൂടിയും ചെളിയിൽ മൊത്തം മുങ്ങി കുളിച്ചിട്ടുണ്ടായിരിക്കും. പോരാത്തതിന് ഇനി വേറൊരു സ്ഥലം കൂടി ഉണ്ട്. ദേ ഈ കാലിന്റെ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസ് നിങ്ങൾ നോക്കണ്ട. അതായത് ആ സ്പേസ് നിങ്ങൾ ചിന്തിക്കണ്ട, അവിടെ ചെളി കൊണ്ട് നാശമായി ഉണ്ടാവും പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഈ ഒരു വണ്ടിയിൽ. അതായത് തലങ്ങും വിലങ്ങും അവിടുന്ന് ഇവിടുന്നൊക്കെ അടി കിട്ടുമെന്ന് പറയണ പോലെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചെളി തെറിക്കും. ഇതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് ചെളി തെറിക്കുന്നതിന് എന്ത് ചെയ്യണം എന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഫ്രണ്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്റ്റൻഡർ മേടിച്ച് വെക്കാൻ വേണ്ടി പറ്റും. ആ മൺഗാർഡിനോട് ചേർത്തിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല കുറവ് തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് പിന്നെ നമുക്ക് ഒട്ടും ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചെളി തെറിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വരുന്നില്ല. യെസ്, കുതിരാൻ. എന്തോ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. യെസ്, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. എടാ കറുപ്പ് മരമുള്ളത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമുക്ക് മേടിക്കേണ്ടത് ഓഫ്കോഴ്സ് എല്ലാവരും പറയുന്ന ഒരു പ്രോബ്ലമാണ് ഇതിന്റെ ഒരു ലൈറ്റിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ. അതായത് റോയൽ എൻഫീൽഡ് നമ്മളെ നാണം കെടുത്തുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ലൈറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുറെ പേര് നമ്മളുടെ എക്സ്പെൽസ് 200ന്റെ പഴയ എക്സ്പെൽസ് 200 4V ആയിട്ട് ഇതിന്റെ ലൈറ്റുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. ഇതിനേലും നല്ല ലൈറ്റ് തന്നെയാണ് എക്സ്പെൽസിന്റെ. ഇത് അത്രയ്ക്ക് മോശമാണ്. ഉള്ള കാര്യം പറയാം, രാത്രി ഒട്ടും വെളിച്ചം കാണില്ല. അതിന്റെ ബ്രൈറ്റ് ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെയും കുഴപ്പമില്ല ഒന്ന് മൂവ് ചെയ്യാന്നുള്ളൊരു. കാരണം ഈ ഒരു വണ്ടിയുടെ പവറിനനുസരിച്ചിട്ടുള്ള ഒരു ലൈറ്റ് ഇല്ല എന്ന് തന്നെ ഉള്ളതാണ് സത്യം. ദെൻ നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ നമ്മളുടെ ഇവൻ ക്രാഷ് ഗാർഡ് എന്തായാലും മേടിച്ചേക്കണം. കാരണം ഒടുക്കത്തെ വെയിറ്റാണ് വണ്ടി ഉള്ളത് പറയാലോ. ഇപ്പോൾ KTM വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 180 സംതിങ് എത്ര കൊണ്ടാണ് KTM. ഇതിന് ഒരു 10, 12, 13 കിലോ, എനിക്ക് കറക്റ്റ് അറിയില്ല, ഓർമ്മ ഉണ്ടായിരുന്നു, മറന്നുപോയതാണ്. അപ്പോൾ അത്രയും ഒരു 10, 12 കിലോ ആണ് കൂടുതലെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ എടുത്ത് പൊക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുന്നുണ്ട്. സംടൈംസ് നമുക്ക് വെയിറ്റ് ഒരു പ്രോബ്ലം തന്നെയാണ്, അത് സത്യം തന്നെയാണ്. പക്ഷേ ഹൈവേയിലേക്ക് നമ്മളൊരു ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെയിറ്റ് പെർഫെക്റ്റ് ആണ്. ഈ ഒരു വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വണ്ടി ഇത്രയും സ്റ്റേബിൾ ആയിട്ട് ഹൈവേയിൽ ഇത്രയും ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഞാൻ സീറ്റ് ഹൈറ്റ് കുറച്ചിട്ടൊക്കെയാണ് ഞാൻ ഓടിച്ചിരുന്നത്, കാരണം അത്രക്കും മാരക വെയിറ്റ് ആണ്. പിന്നെ ഒന്ന് കയ്യിലൊന്നായി എന്ന് കണ്ടോടുകൂടി പിന്നെ ബാക്ക് ടു എന്താ പറയുക 845 തന്നെ ഞാൻ എൻ്റെ സീറ്റ് ഹൈറ്റ് അപ്ഗ്രേഡ് ചെയ്തു. വേറെ ഒന്നുമല്ല, കാരണം കുറച്ച് പൊക്കത്തിലിരുന്ന് ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത്
ക്രാഷ് ഗാർഡ് റോയൽ എൻഫീൽഡ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്രാഷ് ഗാർഡ് ഉണ്ട്. അത് തന്നെ വെച്ചാലും മതി. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ക്രാഷ് ഗാർഡ് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈസർ നമുക്ക് കുറച്ചും കൂടിയും അപ്പ് ചെയ്യണം. അതായത് കുറച്ചുകൂടി നീളമുള്ള ഒരു വൈസർ തന്നെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് മേടിച്ച് വെക്കണം. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹൈവേയിൽ ഒരു 100 സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിൻഡ് നമ്മളുടെ നെഞ്ചിൽ കടിക്കണില്ല, പക്ഷേ നമ്മളെ കണ്ണിലേക്ക് നല്ല രീതിക്ക് തന്നെ വിൻഡ് അടിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണിലേക്ക് കാറ്റടിക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്കറിയില്ല അത് എത്രത്തോളം നിങ്ങൾക്കത് സുഖമായിട്ട് തോന്നുന്നു. വെറുതെ കാറ്റടിക്കണല്ല, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് നമ്മൾക്ക് എന്താ പറയുക ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് കണ്ണിലേക്ക് കാറ്റടിക്കുക എന്ന് പറയില്ലേ, ആ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു വൈസറിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. നമ്മളെ യാത്ര കുറച്ച് എളുപ്പമാക്കാനായിട്ട് ഈ ഒരു വൈസർ കുറച്ച് കൂട്ടി വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. വൈ ഹിമാലയൻ 450? യെസ്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, എന്തിനാണ് ഹിമാലയൻ 450നെ നിങ്ങൾ പിക്ക് ചെയ്തെന്നുള്ളത്. കാരണം നിങ്ങൾക്ക് 390 ഉണ്ടായിരുന്നു, അഡ്വഞ്ചർ 390 ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഫീൽ എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് സെയിം RC 390യുടെ ആ ഒരു പവർ വേണം, എന്നാൽ നല്ല ടോർക്ക് വേണം, എന്നാൽ എനിക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ തന്നെ അപ്രേറ്റ് ആയിട്ടിരുന്ന് പോകണം. അപ്പോൾ എനിക്ക് പ്യുവർലി എനിക്ക് ഹൈവേയും ആസ്വദിക്കാൻ പറ്റണം. അതേപോലെ തന്നെ ഹൈവേ എങ്ങനെയാണോ ആസ്വദിക്കുന്നത് അതേപോലെ തന്നെ അതേ ഫീൽ തന്നെ എനിക്ക് ഓഫ് റോഡ് ആസ്വദിക്കാൻ പറ്റണം. അതിന് ഒരേ ഒരു മെഷീനാണ് ഞാൻ സിംഗിൾ സിലിണ്ടറിൽ ഇപ്പോൾ കണ്ടതിൽ എനിക്ക് ടോപ്പായിട്ട് എനിക്ക് തോന്നിയത്, അത് ഹിമാലയൻ 450 ആണ്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ട് ഞാൻ അങ്ങനെ പോയിട്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ KTM അഡ്വഞ്ചർ 390 ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. എനിക്ക് ആ ഒരു വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് ഹൈവേയിലേക്ക് ബെറ്റർ ആണ്, പക്ഷേ ഓഫ് റോഡിലേക്ക് എനിക്ക് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഓഫ് റോഡിലൊന്നും കൂടിയും ടോർക്കോട് കൂടിയിട്ട് വണ്ടി ഓടിച്ച് എടുത്തെടുത്ത് പിക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഇവൻ തന്നെ വേണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹൈവേയിൽ ഹൈ സ്പീഡോട് കൂടിയിട്ട് ക്രൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവൻ തന്നെ വേണം. ഇപ്പോൾ KTMലേക്ക് തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ ഹിമാലയയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ KTM ഒരുപാട് സെൻസേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്താണെന്നുണ്ടെങ്കിൽ ക്വിക്ക് ഷിഫ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്തിട്ട് ഹൈവേയിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ഒരു യൂസ് ഉണ്ട്, അത് ഫീൽ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ക്വിക്ക് ഷിഫ്റ്റർ ഞാൻ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ദെൻ 390ൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, അതും പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ക്രൂസ് കൺട്രോളൊക്കെ ഹൈവേയിൽ എത്രത്തോളം നമ്മളെ റിലാക്സ് ചെയ്യിപ്പിക്കും എന്നുള്ളൊരു കാര്യം, അപ്പോൾ ആ ഒരു കാര്യം സാക്രിഫൈസ് ചെയ്യേണ്ടത് തന്നെ വരുന്നുണ്ട്. ദെൻ 390ക്ക് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, കോർണറിങ് ABS വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. കാരണം അത്രയ്ക്കും ഈ ഒരു വണ്ടി എനിക്ക് ഓഫ് റോഡ് ആൻഡ് ടൂറിങ്ങിന് എനിക്ക് ഈ ഒരു വണ്ടി സ്യൂട്ടായിട്ട് എനിക്ക് തോന്നി. ഈ രണ്ട് വണ്ടികൾ തമ്മിലുള്ള വേറൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടിയുടെ സീറ്റ് കുറച്ചുകൂടി വൈഡ് ആയിരിക്കും. പോരാത്തതിന് സ്പ്ലിറ്റ് സീറ്റും കൂടിയാണ്. ബാക്കിലത്തെ സീറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സീറ്റാണ് നമുക്ക് ബാക്ക് സൈഡിലും വരുന്നത്. ഇനി KTMലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും വീതി ആ ഒരു സീറ്റിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. തന്നെയല്ല ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ തന്നെ അത് കുറച്ചിങ്ങനെ നാരോ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഒരു സീറ്റിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ ഒരു വണ്ടിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഈ ഒരു വണ്ടിക്ക് സീറ്റ് ഹൈറ്റ് കുറയ്ക്കാനും പറ്റും കൂട്ടാനും പറ്റും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഒരു കുറച്ച് സീറ്റ് ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 805ലേക്ക് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് നമുക്ക് കുറച്ചെത്തിക്കാനും വേണ്ടി പറ്റും. അതുമാത്രമല്ല ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള 845 mm ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് നമുക്ക് കൂട്ടി വയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. റോയൽ എൻഫീൽഡ് ഈ ഒരു വണ്ടിനെ ശരിക്കും ഒരു ടൂറിംഗ് പർപ്പസോട് കൂടിയിട്ടാണ് ഈ ഒരു വണ്ടിനെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ദെൻ ഈ ഒരു വണ്ടിയുടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ്, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 70 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. യെസ്, ഈ ഒരു വണ്ടിയുടെ ഗൂഗിൾ മാപ്പ് അതെങ്ങനെ എടുക്കണത്, എങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യണത് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കുടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് എടുത്തു. ഈ ഒരു M കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു ബട്ടൺ നമ്മൾ അമർത്തി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ വേറൊരു ഡിസ്പ്ലേ തീമിലേക്ക് വരും. ഹാഫ് ഇതിവിടെ നിങ്ങളുടെ ഹാഫ് നമുക്ക് സ്പീഡോമീറ്റർ അതുപോലെ തന്നെ കിലോമീറ്റേഴ്സ് ടൈം കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ. ഇതിൻ്റെ മുകളിലേക്കായിരിക്കും നമുക്ക് അങ്ങോട്ട് മാപ്പ് കിട്ടുക. അതെ, നമ്മൾ നാവിഗേഷൻ എടുത്തു. ഓക്കെ, സെൻസ് ടു ആപ്പ്, എൻ്റർ ഡെസ്റ്റിനേഷൻ, നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ അടിക്കുന്നു. ഓക്കെ, കോയമ്പത്തൂർ, ഗെറ്റ് ഡയറക്ഷൻ, സ്റ്റാർട്ട് നാവിഗേഷൻ. ഓക്കെ, കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. ഇനി നമ്മളിതെടുത്തു പോക്കറ്റിലിടണു, ലോക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വലിയ കാര്യമുണ്ട് ഈ ഒരു ആപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. അയ്യോ, അതാ പോയി. അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് പോക്കറ്റിലിടണു. ദെൻ നമുക്ക് ഫോണിലൊക്കെ കാണുന്ന പോലെ തന്നെ അതേ ഒരു വൃത്തിയിൽ തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് നമ്മളുടെ മീറ്ററിൽ കാണാൻ വേണ്ടി പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതെന്നെ സംബന്ധിച്ച് എനിക്ക് അതൊരു ഭയങ്കര പ്ലസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ
ഫോണിന്റെ ഡിസ്പ്ലേ ഓണായി വെക്കാണ്ടിരിക്കട്ടെ എന്തോ ആവട്ടെ, അവരിങ്ങനെ ഒരു സാധനം ഇതിൽ കൊണ്ടുവന്നല്ലോ. അതും റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഒരു ഗൂഗിൾ മാപ്പ് നമ്മളുടെ മീറ്ററിലേക്ക് അവർ സെറ്റ് ചെയ്തെന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ദെൻ ഈ ഒരു വണ്ടിയിലേക്ക് വരാനുള്ള വേറൊരു റീസൺ എന്ന് പറയാണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് അവർ തന്നെയാണ്, റോയൽ എൻഫീൽഡ് തന്നെയാണ്. കാരണം ഏത് മുക്കിലും മൂലയിലും ഇവർക്ക് സർവീസ് സെന്റർ ആണ്. ദെൻ എടുത്തു പറയേണ്ട ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് ഇതിന്റെ സസ്പെൻഷൻ. യെസ്, പ്രീലോഡ് സസ്പെൻഷൻ. അതുപോലെ തന്നെ ലിങ്കേജ് ടൈപ്പ് മോണോഷോക്ക് സസ്പെൻഷനും കൂടിയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് പൊക്കോ, അവൻ നോക്കിക്കോളൂ. നിങ്ങളിതിൽ എത്ര ലഗേജ് വേണമെന്നുണ്ടെങ്കിലും വെച്ചിട്ട് പൊക്കോ, ഈ ഒരു സസ്പെൻഷന് അതൊരു പ്രോബ്ലം അല്ല എന്നാണ് പറയണത്. അത്രക്കും സുഖമായിട്ട് തന്നെ ഈ ഒരു സസ്പെൻഷൻ എല്ലാം കേപ്പബിൾ ചെയ്തിട്ട് നമ്മൾ ആ മൂവ് ഓൺ ചെയ്യണമായിരിക്കും. അത് തന്നെയാണ് ഈ ഒരു സസ്പെൻഷൻ്റെ വലിയൊരു പോസിറ്റീവ് എന്ന് പറയാനുണ്ടെങ്കിൽ. കാരണം നമ്മൾ ഡബിൾസ് വെച്ചിട്ട് നമ്മൾ ഓഫ് റോഡ് ഇപ്പോൾ ചെറിയ കുണ്ടും കുഴിയുള്ള റൂട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ കൂടി തന്നെ നമുക്ക് സസ്പെൻഷൻ്റെ സൈഡിൽ നിന്ന് വണ്ടി തരുന്ന ഒരു കെയറിങ് ഉണ്ട്. അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ. ഞാൻ വെറുതെ ചുമ്മാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലൊന്നും നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്ന കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ ആ പറയുന്ന ആ ഒരു ഫീലിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോ ഫോർ എ റൈഡ് വിത്ത് ഹിമാലയൻ 450. ഒരു പില്ലിനെയും കൂടിയും വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ഇപ്പോൾ KTMന്റെ സസ്പെൻഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സസ്പെൻഷൻ തന്നെയാണ്. ആ ഒരു സസ്പെൻഷനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. എന്ന് കഴിഞ്ഞാലാണ് നമുക്കത് അതിൻ്റെതായ ഒരു ഫീൽ ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം അത് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ABCD അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ പ്രീലോഡ് സസ്പെൻഷനാണ്. നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഒന്നും ചെയ്തു കൊടുക്കണ്ട. ഇവൻ ഏതി കൂടെ വേണമെന്നുണ്ടെങ്കിലും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നീ പൊക്കോ എന്നുള്ളൊരു മൂഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടി തരുന്നത്. ഇനി ഗിയേഴ്സിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ ഫസ്റ്റ് ഗിയർ കുഴപ്പമില്ല, പ്രശ്നക്കാരനല്ല. പക്ഷേ ഇവന്റെ സെക്കൻഡ് ഗിയർ ഉണ്ട്, പ്രശ്നക്കാരനൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജഗ കില്ലാടിയാണ്. അതായത് ഫസ്റ്റ് ഗിയറിന്റെയും സെക്കൻഡ് ഗിയറിന്റെയും പവർ എല്ലാം കൂടി ഒരുമിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെച്ച് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമാരക ടോർക്കാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യുക. അതേപോലെ തന്നെയാണ് തേർഡ് ഗിയറും. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രശ്നം പിടിച്ചിട്ടുള്ള ഗിയർ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഭയങ്കര പവർഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറാണ്. ഫോർത്ത് ഗിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർത്ത് ഗിയറിൽ ഇട്ടിട്ട് ഇങ്ങനെ വലിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ശബ്ദം കിട്ടും നമുക്ക്. ഒരു ബാസോട് കൂടിയിട്ടുള്ള ഒരു ശബ്ദം തന്നെ നമുക്ക് കിട്ടും. ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ഫോർത്ത് ഗിയറിൽ നിന്ന് ഞാൻ ജസ്റ്റ് കൈ കൊടുത്തപ്പോൾ ആ ഒരു ഗർജനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്ന ആ ഒരു ബാസോട് കൂടിയിട്ടുള്ള ആ ഒരു ശബ്ദം അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, സംടൈംസ് ഒരു റൊമാൻറ്റിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഹിമാലയൻ 450യുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുകയാണെങ്കിൽ. നമ്മളിത് ഓൾമോസ്റ്റ് 99 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട് നമ്മൾ അവിടുന്ന് പെട്രോൾ അടിച്ച്. ഇനി നമുക്കൊരു 100 കിലോമീറ്റർ, കറക്റ്റ് ഓൾമോസ്റ്റ് 100 കിലോമീറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യാം. എനിക്ക് തോന്നുന്നു തൊട്ട് പിന്നിലൊരു പമ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് തിരിക്കാം. പാലക്കാട് കഴിഞ്ഞു, തമിഴ്നാട് എത്തി. ചൂടങ്ങോട്ട് എടുത്തു തുടങ്ങിയിട്ടോ. യെസ്, അവിടെ ഒരു ഭാരതിൻ്റെ ഒരു പെട്രോൾ പമ്പുണ്ട്. ഓക്കെ, നമുക്കിത് ഒരു പമ്പ് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഇതേ 100 കിലോമീറ്റേഴ്സ്. ഓക്കെ, ദേ നമുക്കിവിടെ മീറ്ററിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. മീറ്ററിൽ 37 കിലോമീറ്റർ എന്നൊക്കെയാണ് നമുക്ക് മൈലേജ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ശരിക്കുള്ള മൈലേജ് എത്രയാണെന്നുള്ളത് നോക്കാം. അതൊക്കെ മീറ്റർ കാണിക്കണതല്ലേ, നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല.
അപ്പുറത്തെ നോസിലിൽ കാറുകാർ അടിക്കണോണ്ട് നമുക്കിത് ഇപ്പുറത്തുനിന്ന് അടിക്കാം. ഇതേ നമ്മൾ ഫുൾ അടിക്കാൻ വേണ്ടി പോവാണ്. ഓ ഓക്കെ, ഫുള്ളായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ 2.58 2 ലിറ്ററും ഓക്കെ. അപ്പം നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിരിക്കുകയാണ്. 100.7 കിലോമീറ്റർ. നമുക്ക് കുറച്ചൊന്നും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 2.58 ലിറ്ററാണ് നമ്മൾ ഇപ്പോൾ അടിച്ചത്. ഓക്കെ, ഓഫ് ആവും. കാറ്റേ നീ വീശരുതിപ്പോ, കാറേ നീ പേരുതിപ്പോ. നമ്മുടെ ഹിമാലയൻ 450യുടെ മൈലേജ് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ നമ്മൾ ഓടിയ കിലോമീറ്റർ 100.7 ഹരിക്കണം 2.58 ലിറ്റർ. എൻ്റെ പൊന്നെ, അങ്ങനെ വരാൻ വഴിയുണ്ടോ? ഞാനീ നോക്കണത് തെറ്റാണോ? കൺഫ്യൂഷനായല്ലോ പഠിച്ചോനെ. ഇങ്ങനെ തന്നെ അല്ലേ നോക്കുക. 39 കിലോമീറ്റർ മൈലേജ് വണ്ടിക്കുക. ഓ മാൻ, ഐ എം ഷോക്ക്ഡ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് കിട്ടിയിരിക്കണം മൈലേജ് എന്ന് പറയാനുണ്ടെങ്കിൽ 39. അൺബിലീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ. എനിവേ, മേ ബി നമ്മൾ വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹൈവേയിൽ മൊത്തം ഒരു 70 to 80 മാക്സിമം 90 ഇത്രയും സ്പീഡ് ക്രൂസ് ചെയ്തിട്ടാണ് നമ്മൾ വന്നിരുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു മൈലേജിലേക്ക് എത്താനുള്ളൊരു കാരണം. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു മൈലേജ് ടെസ്റ്റിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ഈ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. അതേ പോയിന്റ്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ നെഗറ്റീവ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി ആർക്കൊക്കെ ചൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ധാരണയും കൂടി നിങ്ങൾക്ക് ഒന്നുകൂടി കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ സ്പെക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന മുന്നത്തെ ഒരു വീഡിയോ ഉണ്ട്, അത് പോയി കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ എൻ്റെയോടുകൂടി തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തമിഴ്നാട് കടന്നതേ ഈ ഒരു മലയുടെ അപ്പുറത്ത് കാണുന്നത് നോക്കി നിങ്ങൾ. ഫോഗ് കൊണ്ട് മൊത്തം നിറഞ്ഞു കിടക്കണേ, എന്തൊരു രസമല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ അടുത്തൊരു വണ്ടിയുമായി വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെക്കും ബൈ.